മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യേശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഈ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ 3-ാമത്തെ ദിവസത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയുടെ പിറവി ഒരു അനുഭവമാകത്തക്ക വിധത്തിലായിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈശോ ഈ ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 7 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഒരു ശിഷ്യനുണ്ടായിരിക്കേണ്ട മനോഭാവം എന്തായിരിക്കണമെന്ന് ശിഷ്യന്മാരെ ദൗത്യമേൽപ്പിച്ച് അയച്ചുകൊണ്ട് ഈശോ പറയുകയാണ്. ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടിയിൽ പണമോ കരുതരുത്, 2 ഉടുപ്പുകൾ ധരിക്കരുത്. പ്രിയപ്പെട്ടവരെ, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? വടിയല്ലാതെ മറ്റൊന്നും നിങ്ങൾ കയ്യിൽ കരുതരുതെന്ന്. വടിയുടെ പ്രത്യേകത എന്താ? ഒരുവനെ താങ്ങി നിർത്തുന്നത്, ഒരുവൻ വീഴാതെ അവന്റെ ശരീരം തളർന്നു പോകാതെ നിവർന്നു നിൽക്കാനായിട്ട് അവനെ സഹായിക്കുന്നതാണ് വടി. അവനൊരു ബലമാണ് വടി. പ്രിയപ്പെട്ടവരെ, നിവർന്നു നിൽക്കാതെ, നേരെ നിൽക്കാതെ വീണ് കിടന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിച്ചതുകൊണ്ടോ സഞ്ചി കൊണ്ടുപോയതുകൊണ്ടോ വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്താ വടി? വടി കർത്താവ് ഈശോ മിശിഹായ. ഈശോയുടെ ശിഷ്യന് വേണ്ട ഏക കാര്യം അത് ഈശോയാണ് എന്ന് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. നമ്മളെ താങ്ങി നിർത്തുന്നത് കർത്താവ്. നമ്മൾ വീഴാതെ, നമ്മുടെ ശരീരം തളർന്നു പോകാതെ, ജീവിതം ഒരു നാളും നശിക്കാതെ നമ്മളെ താങ്ങി നിർത്താനായിട്ട് കഴിവുള്ളവൻ കർത്താവ് ഈശോ മിശിഹ മാത്രമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു തളർച്ചയുണ്ടായാൽ ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ താങ്ങി നിർത്തുവോ? ഇല്ല. എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്കെന്താ? പണം ഉണ്ടായിട്ട് ഗുണമുണ്ടോ? സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഗുണമുണ്ടോ? വാഹനങ്ങൾ ഉണ്ടായിട്ട് ഗുണമുണ്ടോ? മക്കളുണ്ടായിട്ട് ഗുണമുണ്ടോ? ഒരു ഗുണവും ഇല്ല. ഓർത്തോളണം, നമ്മളെ താങ്ങി നിർത്തുന്നത് കർത്താവ് ഈശോ മിശിഹ. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമ്മുടെ മനസ്സ് തളരാതെ, ശരീരം തളരാതെ നമ്മെ താങ്ങി നിർത്താനായിട്ട് കഴിവുള്ളവൻ കർത്താവ് ഈശോ മിശിഹ മാത്രമാണ് നമ്മൾ തിരിച്ചറിയണം. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഏത് സമയവും നമ്മുടെ മുൻപില് നോക്കിയാൽ ലോകം മുഴുവനും വരും. അതിൽ കുത്തിയും തോണ്ടിയും ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, മനസ്സും ശരീരവും തളർന്നവരായിട്ട് മാറുന്നുണ്ട്. ഈ നോമ്പിന്റെ നാളുകളില് ഒരു ക്രിസ്തു ശിഷ്യൻ നേടിയെടുക്കേണ്ട കൃപ ഈശോയുമായിട്ട് 24/7 ബന്ധമാണ്. എപ്പോഴും ഈശോയുമായിട്ട് അടുത്തിരിക്കുന്ന, ഈശോയുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു മനോഭാവം. എപ്പോഴും നമ്മുടെ മൊബൈലിലും ലാപ്ടോപ്പിലും മറ്റ് കാര്യങ്ങളിലും കുത്തിയും നോക്കിയും നമ്മൾ ഇരുന്ന് സമയം കളയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുമായിട്ട് എത്രമാത്രം ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്? നമ്മളുടെ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉപയോഗം ഈ നാളുകളിൽ നമ്മൾ നിയന്ത്രിക്കണം. അതിന് എത്രമാത്രം നമ്മൾ സമയം കളയുന്നുണ്ട് എന്ന് പരിശോധിക്കുക. ആ സമയം ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ നടത്താൻ, നന്മ ചെയ്യാൻ ഒന്ന് മാറ്റിവെച്ച് നോക്കിക്കേ. ഉറപ്പാണ്, കർത്താവ് നമ്മളെ താങ്ങി നിർത്തും, കർത്താവ് നമ്മളെ സംരക്ഷിക്കും. നമ്മളെ താങ്ങേണ്ടവൻ കർത്താവ. ഈ ലോകം നിന്നെ താങ്ങില്ല, ഈ ലോകം നിന്നെ സംരക്ഷിക്കില്ല. ഈശോയായിരിക്കട്ടെ നിന്റെ വടി. വടി മാത്രമേ നീ എടുക്കാവൂ, അത് ഈശോയെ മാത്രമേ നീ എടുക്കാവൂ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ മുമ്പില് നിന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങ് ഇവരുടെ ജീവിതത്തെയും ഇവരുടെ കുടുംബത്തെയും താങ്ങി നിർത്തണമേ. തളർന്നു പോകാതെയും വീണു പോകാതെയും നശിക്കാതെയും താങ്ങി ഇവരെ ഓരോരുത്തരെയും സംരക്ഷിച്ച് പരിപാലിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇന്നത്തെ ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ ഇവരെ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.